എല്ലാ കുഞ്ഞുങ്ങൾക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്നത്തെ ദിവസം പഠിക്കാൻ പോകുന്നത് നിങ്ങളുടെ പുസ്തകത്തിലെ 6ാമത്തെ പാഠഭാഗമാണ്. 6ാമത്തെ പാഠത്തിൽ തിരുസഭയെ പറ്റിയാണ്. നമ്മൾ സഭയിൽ വിശ്വസിക്കുന്നു. രാവിലെ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നുണ്ട്. ഈശോയെ സ്വീകരിക്കാൻ നമ്മൾ ആത്മീയമായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുക അല്ലേ? അപ്പോൾ ഈ സമയത്ത് നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ ആരാധിക്കുന്ന ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ സഭയെക്കുറിച്ച് പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഈ പാഠഭാഗത്തിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പഠിക്കുക. ഒന്ന്, തിരുസഭയുടെ പ്രത്യേകതകൾ, സവിശേഷതകൾ. തിരുസഭ ഏകമാണ്, വിശുദ്ധമാണ്, അങ്ങനെ പറയുന്ന 4 കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. കാതോലികമെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? ശ്ലൈഹീകമെന്ന് കേട്ടിട്ടില്ലേ? ഇതൊക്കെ നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ പറയാറുള്ളതാ അല്ലേ? ഓർത്തു നോക്കണം കേട്ടോ നിങ്ങൾ. അതുപോലെ തന്നെ തിരുസഭയുടെ കൽപ്പനകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. മാറാനായ തിരുനാളുകൾ പഠിക്കുന്നുണ്ട്. യാമപ്രാർത്ഥനകൾ പഠിക്കുന്നുണ്ട്. യാമപ്രാർത്ഥനകൾ ഏതൊക്കെ സമയത്താണ്? നമ്മൾ BOCക്കൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും ഒന്ന് നമ്മൾ അതേപ്പറ്റി ചിന്തിക്കുന്നുണ്ട് ഈ പാഠഭാഗത്തിൽ. പിന്നെ നോമ്പ്, ഉപവാസം, വർജന, ഇങ്ങനെ വളരെ കുറച്ച് കാര്യങ്ങൾ, പക്ഷെ തിരുസഭയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പഠിക്കുക. അപ്പോൾ ഞാൻ പഠിപ്പിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾക്കിതിനകത്ത് എഴുതി തരുന്നുണ്ട്. എഴുതുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കൂട്ടി വായിച്ച് പഠിക്കാൻ നോക്കണം. ഈശോയെ സ്വീകരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും നല്ല ആശംസകൾ നേരുന്നു. പ്രാർത്ഥിച്ചൊരുങ്ങി ഈശോയെ സ്വീകരിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്നാഗ്രഹിക്കുന്നു. അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ? ആദ്യമായി നമ്മൾ പഠിക്കാൻ പോകുന്നത് തിരുസഭ എന്നാൽ എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ്. നമ്മുടെ പുസ്തകത്തിൽ 6ാമത്തെ പാഠത്തിൽ 54ാമത്തെ പേജിൽ തിരുസഭ എന്നാൽ എന്താണ് എന്നൊരു ചോദ്യമുണ്ട്. അതിൻ്റെ ഉത്തരം തന്നെയാണ് നമ്മൾ ആദ്യം പഠിക്കുക. എന്താ അവിടെ കാണുന്നത്? മാമോദീസ സ്വീകരിച്ച് സത്യവിശ്വാസമനുസരിച്ച് യേശു സ്ഥാപിച്ച അധികാരത്തിന് കീഴ്പ്പെട്ട് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടവരുടെ സമൂഹമാണ് തിരുസഭ. നമ്മളെല്ലാവരും കുഞ്ഞു പ്രായത്തിൽ മാമോദീസ സ്വീകരിച്ചവരാണ്. മാമോദീസ സ്വീകരിക്കുന്ന ഒരു വ്യക്തി സത്യവിശ്വാസത്തിൽ, സഭയുടെ സത്യവിശ്വാസത്തിൽ ജീവിക്കുന്നു. അപ്പോൾ ഈശോ സ്ഥാപിച്ച അധികാരത്തിന് കീഴ്പ്പെട്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്താൽ നയിക്കപ്പെട്ടവരുടെ ഒരു സമൂഹമുണ്ടായിരുന്നു. ആ സമൂഹത്തെയാണ് തിരുസഭ എന്ന് പറയുന്നത്. നമ്മളും ആ സമൂഹത്തിൻ്റെ ഭാഗമാണ്. അതായത് നമ്മളും തിരുസഭയുടെ ഭാഗമാണ്. തിരുസഭയുടെ പ്രധാന ലക്ഷണങ്ങൾ ഏതൊക്കെയാണ്? ഞാൻ ഇൻട്രൊഡക്ഷനിൽ 4 കാര്യങ്ങൾ പറഞ്ഞിരുന്നല്ലേ? ആ 4 കാര്യങ്ങളാണ് തിരുസഭയുടെ ലക്ഷണങ്ങൾ. നമ്മളെപ്പറ്റി ചിലർ പറയാറില്ലേ, ആ കുട്ടിയുടെ ഒരു ലക്ഷണം കണ്ടോ, നല്ല കുട്ടി, നല്ല പുഞ്ചിരി എന്നൊക്കെ പറയാറില്ലേ? അതുപോലെ തിരുസഭയുടെ ലക്ഷണങ്ങൾ. തിരുസഭ എന്ന് പറയുമ്പോൾ അതിൽ ഏതൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അടങ്ങിയിരിക്കുന്നത് എന്നാ പറയുന്നത്? 4 കാര്യങ്ങളാണുള്ളത്. 1, സഭ ഏകമാകുന്നു. 2, സഭ വിശുദ്ധമാകുന്നു. 3, സഭ കാതോലികമാകുന്നു അല്ലെങ്കിൽ സാർവത്രികമാകുന്നു. 4ാമത്തത്, സഭ ശ്ലൈഹികമാകുന്നു. യേശുവിൻ്റെ ശരീരമാണ് സഭ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ? നമ്മളെല്ലാവരും ആ ശരീരത്തിലെ അവയവങ്ങളാണെന്നും കേട്ടിട്ടുണ്ട്. അത് തന്നെയാണ് സഭ ഏകമാകുന്നു എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. തിരുസഭയിലെ ക്രിസ്തു അധികാരത്തിന് കീഴ്പ്പെട്ടിട്ടുള്ള പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന തിരുസഭയിലെ അംഗങ്ങൾ എല്ലാവരും ഒരേ വിശ്വാസവും ഒരേ കൂദാശകളും ഒരേ ബലിയും അർപ്പിക്കുന്നു. അതിൽ പങ്കാളികളാകുന്നു. നമ്മളെല്ലാവരും ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നു. ഒരേപോലെ തന്നെ എല്ലാവർക്കും കൂദാശകൾ ലഭിക്കുന്നു. ഒരേ ബലിയിൽ, പരിശുദ്ധ കുർബാനയിൽ നമ്മൾ പങ്കുകാരാകുന്നു.
ഒപ്പം തന്നെ എല്ലാവരും ഏക തലവന് കീഴ്പ്പെട്ടിരിക്കുന്നു. അതായത് നമ്മൾ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കീഴിലുള്ള അല്ലെങ്കിൽ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ സഭയുടെ അധികാര ശ്രേണിയിൽ ഉന്നതിയിലുള്ള ഒരു സഭയിലെ അംഗമാണ് അല്ലേ? അതാണ് ഏകമാകുന്ന സഭ. രണ്ടാമത്, സഭ വിശുദ്ധമാകുന്നു. നമ്മളെല്ലാവരും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരാ അല്ലേ? സൺഡേ സ്കൂളിൻ്റെ കുഞ്ഞു ക്ലാസ് തൊട്ടേ ടീച്ചേഴ്സ് പഠിപ്പിക്കാറുണ്ട് നമ്മൾ വിശുദ്ധരായിട്ട് ജീവിക്കണം, നല്ലത് മാത്രം ചെയ്യണം അല്ലേ? നമ്മൾ നല്ലത് ചെയ്യുമ്പോൾ നമ്മൾ വിശുദ്ധരായി തീരും, ഈശോയ്ക്ക് ഇഷ്ടമുള്ള കുഞ്ഞുങ്ങളായി തീരും. നമ്മൾ ഈ ആദ്യ കുർബാന സ്വീകരണം നടത്തുന്നതും സത്യം പറഞ്ഞാൽ ഈശോയുടെ കൂടെ ചേരാനും ഈശോയെ അനുഭവിക്കാനും ഒക്കെ വേണ്ടിയിട്ടല്ലേ? അപ്പോൾ യേശു ക്രിസ്തു വിശുദ്ധിയുള്ളൊരു മനുഷ്യനാണ്, പരിശുദ്ധിയുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കുന്ന നമ്മളും എന്തായിരിക്കണം? വിശുദ്ധിയുള്ളവരായിരിക്കണം. അപ്പോൾ യേശു ക്രിസ്തു സ്ഥാപിച്ച സഭ വിശുദ്ധമാണ്. അതായത് സഭയുടെ വിശുദ്ധിയുടെ അടിസ്ഥാനം സഭയുടെ ദൃശ്യസ്ഥാപകനായ യേശു ക്രിസ്തുവിൻ്റെ വിശുദ്ധി തന്നെയാണ്. യേശു ക്രിസ്തു എല്ലാവരെയും സ്നേഹിച്ചു, എല്ലാവരെയും ഒരുപോലെ കരുതി അവസാനം അന്ത്യത്താഴവേളയിൽ തൻ്റെ ശരീരം അപ്പമായും രക്തം വീഞ്ഞായും പകർന്നു നൽകി. അത് സ്വീകരിക്കാനാണ് നമ്മൾ ഒരുങ്ങുന്നത്. അപ്പം അത്ര വിശുദ്ധിയോടെ ജീവിച്ച യേശുക്രിസ്തുവിൽ സ്ഥാപിതമായ സഭ എപ്പോഴും എന്താണ്? വിശുദ്ധമാണ്. മൂന്നാമത്, സഭ കാതോലികമാകുന്നു. അതിൻ്റെ ബ്രാക്കറ്റിൽ നമുക്ക് കാണാം സാർവത്രികമാകുന്നു അല്ലേ? അതെ, സഭ കാതോലികമാകുന്നു അഥവാ സാർവത്രികമാകുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? കാതോലികം എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ സൺഡേ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. കാതോലികം എന്ന വാക്കിന് പൂർണ്ണത, സമഗ്രത, സാർവത്രികം എന്നൊക്കെയാണ് അർത്ഥം. അതായത് ക്രിസ്തു സ്ഥാപിക്കപ്പെട്ട സഭയ്ക്കുള്ളിൽ വിവേചനമില്ല. ഏതെങ്കിലും ഒരു പ്രത്യേക ജാതിയിലോ വർഗത്തിലോ രാജ്യത്തിലോ സംസ്കാരത്തിലോ അങ്ങനെയൊന്നും സഭ ഒതുങ്ങി നിൽക്കുന്നില്ല. സഭ എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. ജാതിയോ മതമോ വർണ്ണമോ വർഗമോ ഇല്ലാതെ ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയാണ് സഭ സ്ഥാപിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ സഭയെ എന്തെന്ന് വിളിക്കുന്നു? സാർവത്രികം എന്ന് വിളിക്കുന്നു. നാലാമത് നമ്മൾ പഠിക്കുന്നത് സഭ ശ്ലൈഹികമാകുന്നു എന്നാണ്. അതായത് ശ്ലൈഹികം എന്ന വാക്ക് നമുക്ക് കുറച്ചുകൂടെ പരിചിതമായിരിക്കും അല്ലേ? ശ്ലീഹന്മാർ, ശ്ലൈഹിക ആശീർവാദം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? എന്തായിരിക്കും അപ്പം ശ്ലൈഹികം എന്ന് പറഞ്ഞാൽ? ശ്ലീഹന്മാരെ നമ്മൾ മറ്റൊരു പേരെപ്പോഴും വിളിക്കുന്നത് അപ്പസ്തോലന്മാരെന്നാ അല്ലേ? അപ്പസ്തോലന്മാരുടെ ക്രിസ്തു അനുഭവത്തിൻ്റെയും പ്രബോധനത്തിൻ്റെയും ആധികാരികതയാണ് ശ്ലൈഹികത അഥവാ അപ്പസ്തോലികത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നമുക്കറിയാം, ഈ ശ്ലീഹന്മാരൊക്കെ എപ്പോഴും യേശുക്രിസ്തുവിൻ്റെ ഒപ്പം നടന്നവരാണ്. അതുകൊണ്ട് തന്നെ ക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും സഹിച്ച പീഡകളും വേദനകളും, എന്തിനവസാനം നമ്മൾ കാണുന്നുണ്ട് ഉയർത്തെഴുന്നേൽപ്പ് പോലും അത്ഭുതത്തോടും അനുഭവത്തോടും കൂടെ ശ്ലീഹന്മാർ കാണുന്നത്. അപ്പോൾ ആ ഒരു ശ്ലൈഹികത മെത്രാന്മാരിലൂടെ സഭയ്ക്ക്, തിരുസഭയ്ക്ക് മുഴുവനായി ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സഭ ശ്ലൈഹികമാകുന്നു എന്ന് പറയുന്നത്. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ആരാധനാ ക്രമ മത്സരം, അതായത് നമ്മുടെ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിൽ അനുഷ്ഠിച്ചു പോകുന്ന കൂദാശകളും യാമപ്രാർത്ഥനകളും കൂദാശ അനുകരണങ്ങളും ഇവയെല്ലാമാണ് ഈ ആരാധനാക്രമം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആരാധനാക്രമത്തിൻ്റെ കേന്ദ്ര ബിന്ദു അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം വിശുദ്ധ കുർബാനയാണ്. തിരുസഭയുടെ നിലനിൽപ്പ് അല്ലെങ്കിൽ നമ്മുടെ ഓരോ പ്രാർത്ഥനകളുടെയും അന്തസത്ത ഉൾച്ചേരുന്നത് വിശുദ്ധ കുർബാനയിലാണ്.
ദൈവത്തിൻ്റെ ജനം പരിശുദ്ധാരൂപിയുടെ ഐക്യത്തിൽ രക്ഷകനും നിത്യപുരോഹിതനുമായ ക്രിസ്തുവിൻ്റെ മൗതിക ശരീരം എന്ന നിലയിൽ പിതാവായ ദൈവത്തിന് സമർപ്പിക്കുന്ന പരസ്യമായ ആരാധനയാണ് ആരാധനാക്രമം. ദൈവജനം എന്ന് പറയുന്ന ആരാണ്? ഞാനും എന്നെ കേൾക്കുന്ന നിങ്ങളും എല്ലാം ദൈവജനം ആണ്. ദൈവജനത്തിൻ്റെ ഓരോ വ്യക്തികളാണ്. അപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ഐക്യത്തിൽ ആരുടെ? ക്രിസ്തുവിൻ്റെ മൗതിക ശരീരം എന്ന നിലയിൽ, അതായത് നമ്മൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഒരു ക്രിസ്തു ശരീരത്തിലെ അവയവമായ ഞാൻ എൻ്റെ പിതാവായ ദൈവത്തിന് സമർപ്പിക്കുന്ന പരസ്യമായ ആരാധനയാണ് ആരാധനാക്രമം എന്ന് പറയുന്നത്. ഈ ആരാധനാക്രമത്തിൻ്റെ കേന്ദ്രം അല്ലെങ്കിൽ നമ്മളുടെ വിശ്വാസത്തിൻ്റെ കേന്ദ്രം എന്താണ്? ചില സുവിശേഷ പ്രസംഗങ്ങളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പള്ളിയിൽ അച്ഛൻ ചിലപ്പോൾ നമ്മളോട് ചോദിക്കാറുണ്ട്, നമ്മുടെ ഈ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? അല്ലെങ്കിൽ നമ്മൾ ഈ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ. ആ ഉത്തരം തന്നെയാണ് ആരാധനാക്രമ വത്സരത്തിൻ്റെ കേന്ദ്രവും. അതെന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ കർത്താവിൻ്റെ ഉത്ഥാനം, പരസ്യ ജീവിതത്തിന് ശേഷം കഷ്ടപ്പാടുകൾ സഹിച്ച് പീഡകൾ വരിച്ച് കുരിശുമരണം പ്രാപിച്ച യേശു തമ്പുരാൻ ഉത്ഥാനം ചെയ്തതോടെയാണ് നമ്മുടെ വിശ്വാസം ഊർജപ്പെട്ടത് അല്ലെങ്കിൽ ബലപ്പെട്ടത്. ഈ ഒരു ഉത്ഥാനമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ആരാധനയുടെ പ്രത്യാശ എന്ന് പറയുന്നത്. ഈ ആരാധനാക്രമ വത്സരത്തെ നമ്മൾ 7 ആഴ്ചകൾ വീതമുള്ള 7 കാലങ്ങളായിട്ടാണ് വിഭജിച്ചിരിക്കുന്നത്. നമ്മൾ പള്ളികളിലൊക്കെ പോകുമ്പോൾ നമുക്കറിയാമായിരിക്കും, അതായത് പള്ളിയിൽ ഏറ്റവും മുന്നിൽ മദ്ബഹായുടെ വലതുവശത്തോ ഇടതുവശത്തോ ആയി 7 ആഴ്ചകൾ കൂടുമ്പോൾ ഓരോ ബോർഡുകൾ നമ്മൾ വയ്ക്കാറുണ്ട്. നിങ്ങൾക്കറിയാമോ? സുബോറോ കാലം, എൽദോദനഹോ കാലം, വലിയ നോമ്പുകാലം, കെംത കാലം, പെന്തക്കുസ്തി കാലം, തേജസ്കരണ കാലം, ശ്ലീബ കാലം, ഇങ്ങനെ വ്യത്യസ്തമായ പേരുകൾ. നമ്മളൊരു 7 ആഴ്ച കഴിയുമ്പോൾ, നമ്മൾ 7 ഞായറാഴ്ചകൾ കഴിയുമ്പോൾ തൊട്ടടുത്ത ആഴ്ച വരുമ്പം പേരിൽ വ്യത്യാസം കാണും. അത് ഓരോ കാലത്തെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ കാലങ്ങളെ പറ്റി കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് നോക്കിയാലോ. ആരാധനാക്രമ വത്സരത്തിലെ കാലങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമത്തേത് നമ്മൾ പറഞ്ഞു, സുബോറോ അല്ലെങ്കിൽ വചനിപ്പ് കാലം എന്നാണ് പറയുന്നത്. ഈ കാലം ഏത് സമയത്തായിരിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒക്ടോബർ 30 കഴിഞ്ഞിട്ടുള്ള കൂദോശീത്തോ നമ്മൾ കേട്ടിട്ടുണ്ടോ? ചിലപ്പോൾ അച്ഛന്മാരൊക്കെ ചോദിക്കാറുണ്ട്, ഇന്ന് കൂദോശീത്തോ ഞായറാണ്, അടുത്ത ആഴ്ച ഹൂദോശീത്തോ ഞായറാണ്, അതിൻ്റെ അർത്ഥം എന്താണെന്നൊക്കെ ചോദിക്കാറുണ്ടല്ലേ. സഭയുടെ വിശുദ്ധീകരണം, സഭയുടെ നവീകരണം, ഇങ്ങനെ അടുത്തടുത്ത് 2 ഞായറാഴ്ചകൾ വരാറുണ്ട്. അപ്പോൾ കൂദോശീത്തോ ഞായർ മുതൽ ക്രിസ്മസിന് തൊട്ടു മുൻപ് വരെയുള്ള ഞായറാഴ്ചകളെയാണ് സുബോറോ കാലം അഥവാ വചനിപ്പ് കാലം എന്ന് പറയുന്നത്. അപ്പം ക്രിസ്മസിന് തൊട്ടു മുൻപ് വരെയുള്ള കാലം സുബോറോ കാലം. തൊട്ടടുത്ത് വരുന്ന കാലം ഏതായിരിക്കും? അപ്പോൾ നമുക്കറിയാം, എൽദാ ദനഹ കാലം, നമ്മുടെ കർത്താവിൻ്റെ ജനനം, കർത്താവിൻ്റെ മാമോദീസ, ഈ 2 വിശുദ്ധ കർമ്മങ്ങളും അനുസ്മരിക്കുന്ന കാലം. ക്രിസ്മസിന് തൊട്ടു മുമ്പുള്ള ഞായറാഴ്ച മുതൽ 3 നോമ്പ് വരെയുള്ള ഞായറാഴ്ചകളായിട്ടുള്ള 7 ആഴ്ചകളിലാണ് എൽദാ ദനഹ കാലം വരിക. എൽദാ ദനഹ കാലം കഴിയുമ്പോഴാണ് വലിയ നോമ്പുകാലം. വലിയ നോമ്പുകാലം നമുക്കറിയാം, 50 ദിവസങ്ങളല്ലേ. നമ്മുടെ കർത്താവിൻ്റെ പരസ്യ ജീവിതം, പീഡാനുഭവം, കുരിശുമരണം, ഇവയെല്ലാം നമ്മൾ ഓർക്കുകയും അനുസ്മരിക്കുകയും പ്രാർത്ഥിക്കുകയും കുരിശിൻ്റെ വഴി ചൊല്ലുകയും ഒക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ ആഴ്ചകളാണത്. അപ്പോൾ ഇത് കൊത്തിനേ ഞായർ മുതൽ ദുഃഖശനി വരെയുള്ള 50 ദിവസങ്ങളിലായിട്ടാണ് ഈ വലിയ നോമ്പുകാലം. അപ്പോൾ ഈ വലിയ നോമ്പുകാലം കഴിഞ്ഞ് നമ്മുടെ ദുഃഖവെള്ളി കഴിഞ്ഞ് തൊട്ടടുത്ത് 2 ദിവസം കൂടെ കഴിയുമ്പോൾ നമ്മൾ അനുഷ്ഠിക്കുന്നത് ഏത് ദിവസമാണ്? അല്ലെങ്കിൽ നമ്മൾ ഈസ്റ്റർ എന്നൊക്കെ പറയും അല്ലേ. കെംത, ഉയർപ്പ് കാലം. അപ്പോൾ ആ 50 ദിവസങ്ങൾ കഴിഞ്ഞ് വരുന്ന അടുത്ത ഞായറാഴ്ച തൊട്ട്
നമുക്ക് കാണാൻ പറ്റുന്ന കാലമാണ് ക്യംതാ കാലം അല്ലെങ്കിൽ ഉയർപ്പ് കാലം. നമ്മുടെ കർത്താവിൻ്റെ ഉത്ഥാനത്തെ ആഘോഷിക്കുന്ന കാലം. ഈ ഉയർപ്പ് കാലം എന്ന് പറയുന്നത് ഉയർപ്പ് തിരുനാൾ മുതൽ നമ്മുടെ പെന്തക്കോസ്തി വരെയുള്ള പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമുക്ക് ലഭിക്കുന്ന പെന്തക്കോസ്തി വരെയുള്ള കാലഘട്ടങ്ങളെയാണ്, ആഴ്ചകളെയാണ് നമ്മൾ ക്യംതാ കാലം എന്ന് പറയുക. തൊട്ടടുത്ത് വരുന്ന കാലം ഞാനിപ്പോൾ പറഞ്ഞു നിങ്ങളോട്. ഏതാണ്? പെന്തക്കോസ്തി കാലം. പെന്തക്കോസ്തി പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിക്കുന്ന അവസരമാണ്, പ്രത്യേകമായി ലഭിക്കുന്ന അവസരമാണ്. പെന്തക്കോസ്തി സംഭവം അനുസ്മരിച്ചുകൊണ്ടുള്ള ഈ കാലം പെന്തക്കോസ്തി മുതൽ ഓഗസ്റ്റ് 5 വരെയുള്ള ദിവസങ്ങളാണ്. അത് തൊട്ടാണ്, അത് കഴിഞ്ഞ ഉടനെയാണ് നമുക്ക് ഏത് വരിക? തേജസ്കരണ കാലം. കർത്താവിൻ്റെ തേജസ്കരണ തിരുനാൾ നമ്മൾ ആഘോഷിക്കാറുണ്ട് അല്ലേ? നമ്മൾ ആഘോഷമായ വിശുദ്ധ കുർബാനയൊക്കെ നടത്താറുണ്ട്. അപ്പോൾ ഓഗസ്റ്റ് 6 മുതൽ സെപ്റ്റംബർ 13 വരെയുള്ള കാലഘട്ടമാണ് ഈ പറയുന്ന തേജസ്കരണ കാലം. അത് കഴിയുമ്പോഴാണ് നമുക്ക് ശ്ലീഹ നോമ്പൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലാണ് സ്ലീബാ കാലം. സ്ലീബാ പെരുന്നാൾ ആചരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. സെപ്റ്റംബർ 14 മുതൽ ഒക്ടോബർ 30 വരെയുള്ള കാലയളവിൽ കുരിശിൻ്റെ പുകഴ്ചയും നമ്മുടെ കർത്താവിൻ്റെ 2ാം വരവും അനുസ്മരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ ശ്ലീബാ കാലം കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ആദ്യം പറഞ്ഞ സുബോറോ കാലത്തിലേക്ക് അല്ലെങ്കിൽ വചനിപ്പ് കാലത്തിലേക്ക് പോകുന്നു. അപ്പോൾ ഈ പറയുന്ന ക്രമത്തിലാണ് ആരാധനാ ക്രമവത്സരത്തിലെ വിവിധ കാലഘട്ടങ്ങളെ നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. അടുത്തതായി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് തിരുസഭയുടെ കൽപ്പനകൾ. വളരെ പ്രധാനപ്പെട്ടൊരു ടോപ്പിക്കാണ് തിരുസഭയുടെ കൽപ്പനകൾ. അതായത് തിരുസഭ നമ്മളോട് പറയുന്ന കൽപ്പനകൾ, പ്രധാനപ്പെട്ട കൽപ്പനകൾ ഏതൊക്കെയാണ്? സഭയുടെ ചുറ്റുപാടുകളുമായി ബന്ധപ്പെട്ട് ആത്മീയ ജീവിതത്തിന് ബലം നൽകുന്നതാണ് ഈ പറയുന്ന കൽപ്പനകൾ. എത്ര കൽപ്പനകൾ ഉണ്ടാകും? നമുക്കൊന്ന് ഓർത്ത് നോക്കിയേ. നമ്മൾ എവിടെയെങ്കിലും പഠിച്ചിട്ടുള്ളതോ കേട്ടിട്ടുള്ളതോ ആയിട്ടുള്ള എത്ര കൽപ്പനകളാണ് തിരുസഭയുടെ കൽപ്പനകൾ എന്നറിയപ്പെടുന്നത്? 5 എണ്ണമാണ്. മറക്കരുത്, തിരുസഭയുടെ കൽപ്പനകൾ 5 എണ്ണം. ഒന്നാമത്തേത്, ഞായറാഴ്ചകളിലും കടപ്പെട്ട തിരുനാളുകളിലും മുഴുവൻ കുർബാനയിൽ പങ്കുകൊള്ളണം. അത് നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ടറിയാം അല്ലേ? വിശുദ്ധ കുർബാന ആരംഭിക്കുന്നത് പ്രഭാത പ്രാർത്ഥനയോടുകൂടെയാണ്. നമ്മളിനി വലിയ ക്ലാസ്സുകളിലൊക്കെ എത്തുമ്പോൾ അവിടെ തിരി തെളിയിക്കുന്ന, പ്രാർത്ഥനാമേശയിൽ തിരി തെളിയിക്കുന്നത് എന്തിനാണെന്ന് നമ്മൾ പഠിക്കും. അവിടെ മുതലേ വിശുദ്ധ കുർബാനയുടെ പ്രാരംഭം നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞായറാഴ്ചകളിലും കടപ്പെട്ട തിരുനാളുകളിലും മുഴുവൻ കുർബാനയിലും പങ്കെടുക്കണം. നമുക്ക് ട്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഓടാൻ പറ്റില്ല. ഉറക്കം എണീക്കാൻ ലേറ്റായി എന്ന് പറഞ്ഞ് പകുതി എത്തുമ്പോൾ ചെന്ന് നിന്നിട്ട് ഈശോയെ സ്വീകരിക്കാൻ പറ്റില്ല. നമ്മൾ കുർബാന അനുഭവിക്കണമെങ്കിൽ, ഈശോയുടെ സ്നേഹം മനസ്സിലാക്കണമെങ്കിൽ, ആ കുർബാന മുഴുവൻ ഒരു പ്രാർത്ഥന പോലെ നമ്മുടെ ജീവിതത്തിൽ വരണമെങ്കിൽ തുടക്കം മുതൽ അവസാനം വരെയും നമ്മൾ ഉണ്ടാകണം. ഞായറാഴ്ചകളിൽ നേരത്തെ പോയി മുട്ടിന്മേൽ നിന്ന് കുരിശു വരച്ച് പ്രാർത്ഥിച്ച് പ്രഭാത പ്രാർത്ഥന മുതൽ അച്ഛൻ അവസാനത്തെ കുർബാനയുടെ അവസാനം തരുന്ന ആശീർവാദം വരെയും നമ്മൾ വിശുദ്ധ കുർബാനയിൽ ഭക്തിയോടെ പങ്കെടുക്കണം. രണ്ടാമത്തേത്, ആണ്ടിലൊരിക്കലെങ്കിലും കുമ്പസാരിക്കുകയും പെസഹാ കാലത്ത് വിശുദ്ധ കുർബാന ഉൾക്കൊള്ളുകയും വേണം. ആണ്ടിലൊരിക്കലെങ്കിലും നമ്മൾ കുമ്പസാരിക്കണം എന്നിവിടെ പറയുന്നുണ്ടെങ്കിലും ചിലരൊക്കെ കുമ്പസാരിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിലൊക്കെ ഉള്ളവരുണ്ടാകാം. ചിലയിടത്ത് വിദേശത്തൊക്കെ പോകുന്നവർക്ക് ദേവാലയങ്ങൾ ഉണ്ടാകില്ല, അല്ലെങ്കിൽ കേരളത്തിൻ്റെ പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ പോകുന്നവർക്ക് ഒരു പക്ഷേ അതിനുള്ളൊരു സൗകര്യം ഉണ്ടാകില്ല. അങ്ങനെയുള്ളവർക്കാണ് ആണ്ടിലൊരിക്കൽ. നമ്മൾ കുഞ്ഞുങ്ങളാണ്. കുഞ്ഞുങ്ങൾ എല്ലാ ആഴ്ചയിലും അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും നിർബന്ധമായും കുമ്പസാരിക്കണം. കുമ്പസാരിക്കുമ്പോഴാണ് നമുക്ക് സന്തോഷത്തോടെ അടുത്ത കുറേ നാൾ ജീവിക്കാൻ പറ്റുന്നത്. നമ്മൾ അറിയാതെ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു പാപങ്ങൾ, അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു പാപങ്ങളൊക്കെ ഈശോയുടെ അടുത്ത് കുമ്പസാരക്കൂട്ടിൽ ഏറ്റുപറയുമ്പോഴാണ് നമുക്ക് പാപമോചനം ലഭിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കൃത്യമായി കുമ്പസാരിക്കണമെന്നാണ് ഈ രണ്ടാമത്തെ കൽപ്പനയിലൂടെ പറയുക. മൂന്നാമത്തേത്,
നിശ്ചയിക്കപ്പെട്ട ദിവസങ്ങളിൽ ഉപവസിക്കുകയും വിലക്കപ്പെട്ട ഭക്ഷണ സാധനങ്ങൾ വർജിക്കുകയും വേണം. അതായത് നമുക്ക് നോമ്പും ഉപവാസവും വർജനകളും ഒക്കെ ഉണ്ട് സഭ പറയുന്നത്. അതായത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ, ചില പ്രത്യേക സമയങ്ങളിൽ നമ്മൾ നോമ്പ് അനുഷ്ഠിക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ സഭയിൽ പ്രധാനപ്പെട്ട കുറേയേറെ നോമ്പുകളുണ്ട്. പ്രത്യേകിച്ച് 25 നോമ്പ്, 25 ദിവസവും നോമ്പ് അനുഷ്ഠിച്ച് പ്രാർത്ഥിക്കുക. 3 നോമ്പ് ആരുമായി ബന്ധപ്പെട്ടതാണെന്ന് അറിയുമോ നിങ്ങൾക്ക്? ആലോചിച്ച് നോക്കണം കേട്ടോ. യോനാ പ്രവാചകനെ ഓർത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. 3 ദിവസം മത്സ്യത്തിനുള്ളിൽ കഴിഞ്ഞ യോനാ പ്രവാചകൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചതിന് തുല്യമായി സഭയിൽ 3 നോമ്പ് നമ്മൾ അനുസ്മരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ 50 നോമ്പുണ്ട്. കർത്താവിൻ്റെ പീഡാനുഭവത്തിൻ്റെ അനുസ്മരണാർത്ഥം നമ്മൾ 50 നോമ്പ് അനുഷ്ഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 3 നോമ്പുകൾ, അതുകൂടാതെ നമ്മൾ ശ്ലീഹ നോമ്പ് അനുഷ്ഠിക്കാറുണ്ട്. 15 നോമ്പ്, ഓഗസ്റ്റ് മാസം 1 തീയതി മുതൽ 15 വരെ. 8 നോമ്പ്, സെപ്റ്റംബർ മാസം 1 മുതൽ 8 വരെ. അങ്ങനെയുള്ള നോമ്പുകളൊക്കെ നമ്മൾ കൃത്യമായിട്ട് അനുഷ്ഠിക്കണം. ഒപ്പം തന്നെ നമ്മൾ ചില കാര്യങ്ങൾ വർജിക്കണമെന്ന് പറയുന്നുണ്ടല്ലേ, എല്ലാ വെള്ളിയാഴ്ചകളിലും. അതുപോലെ തന്നെ 25 നോമ്പ്, 3 നോമ്പ്, വലിയ നോമ്പ്, ഈ കാലങ്ങളിലും മാംസം വർജിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, നോമ്പും ഉപവാസവും നമ്മൾ കൃത്യമായിട്ട് പാലിക്കാൻ ശ്രദ്ധിക്കണം. 4-ാമത്തേത്, വിലക്കപ്പെട്ട കാലത്ത് വിവാഹം ആഘോഷിക്കുകയോ തിരുസഭ വിലക്കിയിരിക്കുന്ന ആളുകളുമായി വിവാഹം നടത്തുകയോ അരുത്. ഇച്ചിരൂടെ മുതിർന്ന് കഴിയുമ്പോൾ നമുക്കത് നന്നായിട്ട് അറിയാൻ പറ്റും. അതായത് നമ്മൾ ഈ നോമ്പും ഉപവാസവും, അല്ലെങ്കിൽ നോമ്പിൻ്റെ സമയത്തൊക്കെ, 50 നോമ്പിൻ്റെ സമയത്ത്, അല്ലെങ്കിൽ 25 നോമ്പിൻ്റെ സമയത്ത്, അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ സാധാരണ വിവാഹ ആഘോഷങ്ങൾ നടത്താറില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് 4-ാമത്തെ കൽപ്പന. 5-ാമത്തേത്, ദേവാലയത്തിനും ദൈവ ശുശ്രൂഷകർക്കും നിശ്ചയിച്ചിട്ടുള്ള സംഭാവനയും മറ്റ് ഓഹരികളും കൊടുക്കണം. നമ്മളിപ്പോൾ നേർച്ച പറഞ്ഞു, എന്തെങ്കിലും ഒരു കാര്യം, നമ്മൾ ഇന്ന കാര്യം സാധിച്ചാൽ നേർച്ച നേരാം. നമ്മളൊക്കെ പരീക്ഷയ്ക്ക് പോകുമ്പോൾ 1 രൂപ കൊണ്ട് കാണിക്കയിട്ടിട്ട്, അല്ലെങ്കിൽ നമ്മൾ പോയി പ്രാർത്ഥിക്കും, ഈശോയെ പരീക്ഷ നന്നായിട്ട് എഴുതാൻ പറ്റിയാൽ നാളെ ഒരു മെഴുകുതിരി കത്തിക്കാം. അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു നമ്മുടെ വിശ്വാസങ്ങളൊക്കെ നമ്മൾ ചിലപ്പം പറയാറില്ലേ. എന്നിട്ട് ചിലപ്പോൾ നമ്മൾ മെഴുകുതിരിയൊക്കെ കത്തിക്കാൻ മറന്നു പോകും അല്ലേ. ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ സഭയ്ക്ക് കൊടുക്കാനുള്ള, അല്ലെങ്കിൽ ഇടവകയിൽ ചെയ്തിട്ടുള്ള നേർച്ചകൾ, അത് നിറവേറ്റാനുള്ള ബാധ്യത നമുക്ക് ഉണ്ട്. തിരുസഭയുടെ 5 കൽപ്പനകളും കുഞ്ഞുങ്ങൾ ഒന്നുകൂടെ നന്നായി വായിക്കണം, നന്നായി മനസ്സിലാക്കണം. ഓക്കെ. മാറാനായ പെരുന്നാളുകൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. ഇതും നമ്മൾ ഒരു 3-ാം ക്ലാസ് 4-ാം ക്ലാസ്സൊക്കെ ആകുമ്പോൾ പഠിക്കുന്നതാണ്. മാറാനായ തിരുനാളുകൾ അല്ലെങ്കിൽ പെരുന്നാളുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ ജനനം മുതൽ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം വരെയുള്ള 7 പ്രധാന സംഭവങ്ങളാണ് മാറാനായ പെരുന്നാളുകൾ എന്ന് പറയുന്നത്. ചില ദിവസങ്ങളിൽ അച്ഛൻ പറയാറില്ലേ പള്ളിയിൽ, നാളെ കടമുള്ള തിരുനാളാണ്, അല്ലെങ്കിൽ ഒരു ഡേറ്റ് പറഞ്ഞിട്ട് ഇന്ന് കടമുള്ള തിരുനാളാണ്, എല്ലാവരും പരിശുദ്ധ കുർബാനയ്ക്ക് വരണമെന്ന് പറയാറുണ്ടല്ലേ. ഈ കടമുള്ള തിരുനാളുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മാറാനായ തിരുനാളുകൾ എന്ന് പറയുന്നത്. അന്ന് നമുക്ക് വിശുദ്ധ കുർബാന മുടക്കാൻ സഭയിൽ അനുവാദമില്ല. എന്തൊക്കെ സാഹചര്യങ്ങളുണ്ടെങ്കിലും നമ്മൾ വിശുദ്ധ കുർബാന നിർബന്ധമായും, ഞായറാഴ്ച പോലെ നിർബന്ധമായും കാണേണ്ട ദിവസങ്ങളാണ് മാറാനായ പെരുന്നാളുകൾ എന്ന് പറയുന്നത്. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1, യൽദാകാലം. ക്രിസ്മസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ. എന്താ ക്രിസ്മസ് വരുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, ഡിസംബർ 25. 2-ാമത്തേത് ദനഹ. ദനഹ എന്താണ്? നമ്മൾ കുറച്ച് മുന്നേ എൽദാ ദനഹ കാലത്തിൽ നമ്മൾ പറഞ്ഞു. ദനഹ എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവിൻ്റെ മാമോദീസയാണ്. ഇത് വരുന്നത് ജാനുവരി 3-നാണ്.
മൂന്നാമത്തേത് മായൽത്തോ. മായൽത്തോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവിൻ്റെ ദേവാലയ പ്രവേശനം, കർത്താവിനെ ദേവാലയത്തിൽ സമർപ്പിച്ച ദിവസമാണ്. അത് ഫെബ്രുവരി മാസം 2-ാം തീയതിയാണ് വരുന്നത്. ഇനി ക്യംത കാലം. ക്യംത എന്നാന്ന് നമുക്കറിയാം, ഉയിർപ്പ്. ഉയിർപ്പ് നാള് നമ്മൾ ഈസ്റ്ററിന് എല്ലാ ദിവസവും കുർബാനയ്ക്ക്, ഈസ്റ്റർ ദിവസങ്ങളിൽ നമ്മൾ കുർബാന മുടക്കാൻ പാടില്ല. 5-ാമത്തേത് സൂലോക്കോ. സൂലോക്കോ എന്ന് പറഞ്ഞാൽ സ്വർഗാരോഹണം, കർത്താവിൻ്റെ സ്വർഗാരോഹണ തിരുനാൾ. ഇനി 6-ാമത് വരുന്നത് പെന്തക്കുസ്തി. പെന്തക്കുസ്തി എന്ന് പറഞ്ഞാൽ 50-ാമത്തെ പെരുന്നാൾ. നമുക്കറിയാമല്ലേ, പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്ന ദിവസമാണ്. ഒത്തിരി വിശുദ്ധിയോടെ നമ്മൾ പ്രാർത്ഥിച്ചുണങ്ങി ചെല്ലുന്നൊരു ദിവസമാണ്. 7-ാമത്തേത് നമ്മുടെ കർത്താവിൻ്റെ തേജസ്കരണ തിരുനാൾ. ഇത് നമ്മൾ സഭയിൽ ആഘോഷിക്കുന്നത് ഓഗസ്റ്റ് മാസം 6-ാം തീയതിയാണ്. അപ്പം ഈ 7 യൽദ, ദനഹ, മായൽത്തോ, ക്യംത, സൂലോക്കോ, പെന്തക്കുസ്തി, തേജസ്കരണം, ഈ 7 ദിവസങ്ങളും സഭയിൽ കടമുള്ള തിരുനാളുകൾ എന്നാണ് അറിയപ്പെടുക. ഇത്രയും ഈ 7 കുർബാനകളും നമ്മൾ ഒരു കാരണവശാലും മുടക്കാൻ പാടില്ലാത്ത കുർബാനകളാണ്. നമ്മുടെ പേരൻസ് ഒരുപക്ഷെ മറന്നു പോയേക്കാം, പക്ഷേ നമ്മളാണത്. ടീച്ചർ പറയും ആ ആഴ്ചയിൽ അടുത്ത ദിവസം കടവുള്ള തിരുനാളാണ്, കുർബാനയ്ക്ക് വരണം. അപ്പം നമ്മൾ ട്യൂഷൻ ഉണ്ടെങ്കിലും ഇല്ല, വയ്യായികയാണെങ്കിലും എന്തൊക്കെ ഉണ്ടെങ്കിലും ഈശോയെ സ്വീകരിക്കാൻ ദേവാലയത്തിൽ ഓടിയെത്തേണ്ട ദിവസങ്ങളാണ്. മാറാനായ പെരുന്നാളുകൾ പോലെ തന്നെ നമ്മൾ വിശുദ്ധ കുർബാന മുടക്കാൻ പാടില്ലാത്ത സഭയിലെ മറ്റ് കുറച്ച് പെരുന്നാൾ, പ്രത്യേകിച്ച് 5 തിരുനാളുകളാണ് പ്രധാനമായിട്ട് വരുന്നത്. അതൊന്ന് മാർച്ച് 25 സൂബോറോ അല്ലെങ്കിൽ വചനിപ്പ് തിരുനാൾ. പിന്നെ ജൂൺ 29 പത്രോസ് ലീഹായുടെയും പൗലോസ് ലീഹയുടെയും തിരുനാൾ ദിവസം. ജൂലൈ 3 ദുഃഖറാനോ, മാർത്തോമാസ് ലീഹായുടെ രക്തസാക്ഷിത്വം. ഓഗസ്റ്റ് 15 ശൂനോയോ, ദൈവമാതാവിൻ്റെ സ്വർഗാരോഹണം. സെപ്റ്റംബർ 14 സ്ലീബാ തിരുനാൾ. ഈ 5 ദിവസങ്ങളും നമ്മൾ കടമുള്ള തിരുനാൾ പോലെ ആചരിക്കണം. കുഞ്ഞുങ്ങളെ, തിരുസഭയുമായി ബന്ധപ്പെട്ട നമ്മൾ ഇന്ന് നോക്കിയ എല്ലാ കാര്യങ്ങളും ഹൃദയത്തിൽ സംഗ്രഹിക്കുക, നന്നായിട്ട് പഠിക്കുക. ഓരോ കാര്യങ്ങളും, പ്രത്യേകിച്ച് കാലഘട്ടങ്ങൾ, അതിൻ്റെ പ്രത്യേകതകൾ, ആരാധനാക്രമങ്ങൾ, തിരുസഭയുടെ പ്രധാന ലക്ഷണങ്ങൾ, ഇതെല്ലാം നന്നായി മനസ്സിലാക്കി നന്നായി ഒരുങ്ങി വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.